കനകം ஹாய். അവിടെ നിന്നല്ലേ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടാ ഞാനിവിടെ മാറിയതേ. நீங்க ரொம்ப நேரமாச்சா வந்துட்டு? കനകം വിളിച്ചോട്ടെ, ഞാൻ പറന്നു വരായിരുന്നില്ലേ. എന്താ പറയാണ്ടെന്ന് പറഞ്ഞത്? அது நான் சொல்றேன். இப்போ நீங்க வீட்ல வரீங்களா? വീട്ടിലേക്കാ? പിന്നെന്താ വരാനാ? அப்படின்னா போலாமா? വാ. வாங்க. விஜயண்ணா, இதுதான் வீடு. நீங்க வாங்க. അല്ല വീട്ടിലാരും ഇല്ലേ? யாரும் இல்ல, நீங்க வாங்க. അതെ, നിങ്ങളുടെ മക്കൾക്ക് വിദേശത്ത് പഠിക്കാൻ ലോൺ കിട്ടും. നിങ്ങൾ അവരെ വിദേശത്ത് അയക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയാൽ മാത്രം മതി. விஜயண்ணா, உள்ள வாங்க. കനകം, കനകം. ചേടാ, ഈ ആന്റി എവിടെ പോയി കിടക്കുവാ? ഈ മാമൻ ഇത്ര നേരമായിട്ട് വിളിക്കുക. ആന്റി, 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 എന്താ എന്തിനാണ് നീ ബഹളം വയ്ക്കുന്നേ? എന്തുവാണ് നിനക്ക്? ഈ മാമൻ കുറെ നേരമായിട്ട് കനകന്റെ വിളിച്ചോണ്ടിരിക്കുക. ആന്റി, കനകാന്റി, കനക. ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് சும்மா சொன்னேன். ട്രാപ്പായിരുന്നല്ലേ? കാര്യം എനിക്ക് മനസ്സിലായി. ഈ കുട്ടിയോട് ഇത്തിരി സ്നേഹമായിട്ട് പെരുമാറുന്നല്ലേ ഉള്ളൂ. വേണ്ടെങ്കിൽ എന്നെ വിട്ടേക്ക്, ഞാൻ പൊക്കോളാം. അവിടുന്ന് അണങ്ങിപ്പോ മാമ. ഞാൻ പൊക്കോളാം. അല്ലേ, കുഴപ്പമില്ല. മാമന് ബുദ്ധിമുട്ടായാലോ. നമ്മള് വിചാരിച്ച പോലെ അല്ലല്ലോ മാമൻ. മാമന് നമുക്ക് ഇഷ്ടപ്പെട്ടു. നീ വഴി കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ ജീവിതം ചോദിക്കൂ? അല്ല, വഴി കാണാൻ പെൺപിള്ളേരൊക്കെ ചോദിക്കില്ല. ഈ കുട്ടിയോട് ഇത്തിരി സ്നേഹത്തില് പെരുമാറിയെന്നുള്ളൂ. ഇഷ്ടമായില്ലെങ്കിൽ എന്നെ വിട്ടേക്ക്, ഞാൻ പൊക്കോളാം. ആര് പറഞ്ഞു മാമൻ ഇഷ്ടപ്പെട്ടില്ലെന്ന്? ഞങ്ങൾക്ക് എല്ലാവർക്കും മാമൻ ഇഷ്ടപ്പെട്ട്. പിന്നെ മാമൻ ഒരു ജീവിതം ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങളൊരു ജീവിതം അങ്ങോട്ട് തരും. അല്ലേടേ? അല്ലേ? അതെ അതെ അതെ. അണ്ണനെ കണ്ടാലേ അറിയാം അണ്ണൻ നല്ല ആളാണെന്ന്, അല്ലേ? ഞാനത്ര നല്ല ആളൊന്നല്ല. അയ്യോ, പക്ഷെ ഞങ്ങൾക്ക് മാമൻ നല്ല ആളാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മാമനെ ഭയങ്കര ഇഷ്ടമായി. ഇനി കനകാന്റിക്ക് മാമനെ ഇഷ്ടായോ? അതെന്ത് ചോദ്യ ശിവ? കനകന്റെ മുഖം കണ്ട് അറിഞ്ഞുകൂടേത്? ചുമന്ന് തുടുത്തൊക്കെ ഇരിക്കുന്നത് ആപ്പിള് പോലെ, അല്ലേ? എന്റെ കനകേച്ചി, നമ്മുടെ അടുത്ത് വന്ന് പറയണതിന് മുന്നേ അണ്ണന്റെ അടുത്ത് ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്ന ഇഷ്ടമാണെന്ന്? അതെങ്ങനെയാണ്? വലിയ നാണക്കാരിയല്ലേ? നിന്ന് നാണിക്കണം. നോക്ക് കനകേച്ചിയുടെ ഒരു കാര്യം. അമ്മുമ്മ, അപ്പൊ എങ്ങനെയാണ് ഇനി ബാക്കി കാര്യങ്ങൾ? ഇനി ബാക്കി കാര്യങ്ങള് മധുരയിൽ പോയി കനകത്തിന്റെ ബന്ധുക്കളെ ഒക്കെ വിളിക്കണം. പിന്നെ ഇവന് ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരെ വിളിക്കണം. കനകാന്റി, ജീവിതം കൊടുക്കാൻ ആന്റി തയ്യാറാണല്ലോ, അല്ലേ? ஆமா கேசு, நான் ரெடி தான். திருமணம் வேணா நாளைக்கே வச்சுக்கலாம். അതിന് ശരിയാവും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ? അയ്യോ മാമ, ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തേ. അയ്യോ അയ്യോ മാമ, ഞങ്ങളുടെ കനകാന്റി ഉപേക്ഷിക്കല്ലേ മാമ? ഉപേക്ഷിക്കണം. എനിക്ക് എന്റെ ഭാര്യ മക്കളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ അതാണ് കാര്യം. മാമ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഭാര്യനെ മക്കളെ നമുക്ക് വല്ല അനാഥാലയത്തിലാക്കാം. എന്നിട്ട് ഈ വഴി കൂടെ കാണാറുടെ കൂടെ അങ്ങ് ജീവിക്കേ. അത് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോണം. ഇനി മുതൽ ഇതല്ലേ മാമന്റെ വീട്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ അതാണ് മുറി. അതെ. പിന്നെ നമ്മളിവിടെ കിടക്കും. ഇത്രയും സ്ഥലൂല്ലേ, നമ്മള് തവേനെ പാവരിച്ച് കിടക്കും. അത് പറ്റില്ല. അത് അപ്പൊ മോനും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലയോ? 3 മക്കളുണ്ട്. അപ്പൊ എന്നിട്ടാണോ നീ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? അപ്പൊ ചെയ്തത് ശരിയല്ലെന്ന് മോന് മനസ്സിലായോ? ഏകദേശം. അപ്പൊ ഇനി മൊത്തം മനസ്സിലാവാൻ വേണ്ടിട്ട് മോൻ ഇങ്ങോട്ട് നീങ്ങിന്നേ. ഇതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം.
അപ്പൊ അതുകൊണ്ട് ഇനി ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം അങ്ങ് തരുവാ. ഇനി മേലാൽ വഴി കാണുന്ന പെൺപിള്ളാരോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. മനസ്സിലായോ? മനസ്സിലായോന്ന്? ഇനി പോടാ. ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം, ഇത് പുറത്താരോടും പറയരുത്. ഇനി പോടാ. കേവലം